ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്നോഡോണിയ നാഷണൽ പാർക്കിലെ അബോ ഫാൾസിലാണ്. വെയിൽസിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്കാണ് അബോ ഫാൾസ്. ഏകദേശം 4 കിലോമീറ്ററോളം ഹൈക്ക് ചെയ്തിട്ട് വേണം വാട്ടർഫാൾസിൽ. ഏകദേശം 1.5 മണിക്കൂറെങ്കിലും വൺ സൈഡ് നടക്കാനുണ്ടാവും. ഫാമിലിയും ഫ്രണ്ട്സൊക്കെയായി സമ്മറിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് അബോ വാട്ടർഫാൾസ്. പിന്നെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് പയ്യെ നടന്നവിടെ എത്തുമ്പോഴേക്കും ഒരു 2 മണിക്കൂർ കൂട്ടാട്ടോ. നടന്നു വരുന്ന റോഡുകളൊക്കെ വളരെ നാരമായതുകൊണ്ട് കയറി വരുന്നതിൽ തന്നെ കാർ പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. 5 പൗണ്ടാണ് നമ്മൾ കാർ പാർക്കിംഗ് വേണ്ടി പേ ചെയ്യേണ്ടത്. ഇവിടുത്തെ വീടുകളെല്ലാം ഇത്രയും അട്രാക്റ്റീവ് ആകാൻ കാരണം അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് 4 കിലോമീറ്ററോളം നടന്നു വേണം വാട്ടർഫാൾസിൽ എത്താൻ വേണ്ടിയിട്ട്. 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. കാർ പാർക്കിംഗ് ഫെസിലിറ്റി നമുക്ക് ഏറ്റവും താഴെ അവൈലബിൾ ആണ്. പക്ഷേ ബാക്കിയുള്ള റോഡുകളെല്ലാം വളരെ നാരോ ആയതുകൊണ്ട് നമ്മൾ നടന്നു തന്നെ കയറണം. ഗൈസ്, നമ്മളിപ്പോൾ പകുതി വഴി എത്തിയിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് നമുക്ക് ഇഷ്ടം പോലെ നടക്കാൻ. പിന്നെ നാട്ടിൽ കുന്നും മലയും കയറി കിടന്ന് നമുക്കിതൊക്കെ പുത്തരിയാണോ? ആണോ റിൻ ചേച്ചി? ആണോ നിവ്യ? ഒരാൾ ഓൾറെഡി ഇവിടെ ഇരുന്നു. ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ ചെല്ലണം. പിന്നെ നമ്മൾ ഏകദേശം എത്താനാകുമ്പോഴേക്കും കുഞ്ഞു ടെൻറ്റുകളൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ഫെസിലിറ്റി ഇല്ല കേട്ടോ. ഇരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇവിടെ കറക്റ്റ് ദൂരമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1.5 hours 4.5 കിലോമീറ്റേഴ്സ് ഇനിയും നമ്മൾ നാടിന് മേലേക്ക് എത്താനുണ്ട്. ഫൈനലി നമ്മൾ എത്തിപ്പോയി. ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബോ ഫാൾസ് സിംഗിൾ മാൾട്ട് വിസ്കിയാണ്. 100% വെൽസ് ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കിയ അബോ ഫാൾസ് സിംഗിൾ മാൾട്ട് വിസ്കിക്ക് ഈ പേര് വരാൻ കാരണം ഇവിടുത്തെ വാട്ടർ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. 19th സെഞ്ച്വറിയിലാണ് അബോ വാട്ടർഫാൾസ് വിസിറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ടുകളിലൊന്നായിരുന്നു വെയിൽസിലെ സ്നോഡോണിയ നാഷണൽ പാർക്കിലെ അബോ വാട്ടർഫാൾസ്. എത്ര സമ്മറിൽ നമ്മളിവിടെ വന്നു എന്ന് പറഞ്ഞാലും വെള്ളത്തിനൊക്കെ നല്ല ഫ്രീസിങ് കോൾഡാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പ്ലേസ് 5000 വർഷം മുമ്പ് ഒരു ഫാമിലി താമസിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് ചെന്നാൽ നമുക്ക് ഒത്തിരി അവശിഷ്ടങ്ങൾ ഇനി കാണാൻ പറ്റും. അപ്പോൾ ഹൈക്കിങ്ങും ട്രക്കിങ്ങും ഇഷ്ടപ്പെടുന്നവർക്ക് സ്നോഡോണിയ നാഷണൽ പാർക്കിലെ അബോ ഫാൾസ് ഒരു മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് തന്നെ ആയിരിക്കും. അപ്പോൾ ബൈ.